السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യനായ അധ്യക്ഷൻ കമറുദ്ദീൻ സാഹിബ്, ആദരണീയനായ ഉദ്ഘാടകൻ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന രക്ഷാധികാരി കൂടിയായ ഹൽക്ക അമീർ ആരിഫ് അലി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി SIO GIO നേതാക്കളെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിന് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആവേശവും പ്രചോദനവുമായി വർത്തിക്കുന്ന, ഒരുപക്ഷെ പലപ്പോഴും പല പോരാട്ടങ്ങളിലും ഒന്നിച്ച് അണിനിരക്കുന്ന, സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ ചെങ്ങറ ഐക്യദാർഢ്യ സമരസമിതി കൺവീനർ ശ്രീ എ ശേഖർ, ശ്രീ ഗുരോ വാസു, മുക്കം കുത്തക വിരുദ്ധ സമര സമിതിയുടെ കൺവീനർ ശ്രീ വി കുഞ്ഞാലി, ശ്രീമതി കെ അജിത, ശ്രീ CR നീലകണ്ഠൻ നമ്മെ അഭിമുഖീകരിക്കുകയുണ്ടായി. ശ്രീ CR നീലകണ്ഠൻ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമ്മേളനം അതിൻ്റെ സമാപനത്തോടടുക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അണിനിരന്ന, ഉജ്ജ്വലമായ പ്രകടനത്തിൽ അണിനിരന്ന എൻ്റെ യുവ സുഹൃത്തുക്കളെ ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർത്തിയ മുഷ്ടി, നിങ്ങൾ പ്രകടനത്തിൽ ഉടനീളം മുഴക്കിയ മുദ്രാവാക്യം ജീവിതത്തിൽ പകർത്തുവാനും ആ മുദ്രാവാക്യം ഉയർത്തുന്ന ആശയങ്ങൾക്ക് വേണ്ടി ആത്മാർപ്പണം നടത്തുവാനും ഈ സന്ദർഭത്തിൽ എൻ്റെ യുവ സുഹൃത്തുക്കളോട് ആഹ്വാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുക്കുകയുണ്ടായി. സോളിഡാരിറ്റി പ്രവർത്തകരും അല്ലാത്തവരും ഈ പ്രകടനത്തിൽ അണിനിരന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പല കാരണങ്ങൾ അതിനുണ്ടാകാം. സോളിഡാരിറ്റി ഉയർത്തിയ മുദ്രാവാക്യങ്ങളോടുള്ള യോജിപ്പ് കൊണ്ട് കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ നടത്തിയ അത്യധ്വാനത്തിൻ്റെ ഫലമായി, മാതൃകാപരമായി അവർ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളോടുള്ള മതിപ്പിൻ്റെ ഫലമായി, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരുവിൽ സോളിഡാരിറ്റിയുടെ പ്രകടനത്തിൽ ധാരാളം സുഹൃത്തുക്കൾ അണിനിരക്കുകയുണ്ടായി. മതമുള്ളവനും മതമില്ലാത്തവനും വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തിയിരുന്ന ആളുകളും ഒരുപക്ഷെ ആ പ്രകടനത്തിൽ അണിനിരന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ സന്ദർഭത്തിൽ, ഈ സമ്മേളനം അതിൻ്റെ സമാപനത്തോടടുക്കുമ്പോൾ നിങ്ങൾ ഉയർത്തിയ ആശയങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുവാൻ സന്നദ്ധമാകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. എന്തുകൊണ്ട് സോളിഡാരിറ്റി എന്നതിനെക്കുറിച്ച് ഒരു സുദീർഘമായ പ്രഭാഷണം ഞാൻ നടത്തേണ്ടതില്ല. കഴിഞ്ഞ 5-6 വർഷക്കാലത്തെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാൻ കഴിയും വിധം തെളിഞ്ഞു കിടക്കുകയാണ്. സമരവും സേവനവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാത വെട്ടിത്തെളിയിച്ചുകൊണ്ടാണ് സോളിഡാരിറ്റി അതിൻ്റെ കഴിഞ്ഞ നാളുകൾ പിന്നിട്ടത്. നിങ്ങൾക്ക് സത്യസന്ധമായി പിന്തുണക്കുവാനും അണിചേരുവാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേരളത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം കടുത്ത വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിത മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മുതലാളിത്തം കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുതലാളിത്തം കെട്ടടിച്ചു വിട്ട ഭോഗാസക്തിയിൽ ഈ രാജ്യത്തെ ജനജീവിതം തന്നെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടും വിധമുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന മൂലധന ശക്തികൾ ഈ രാജ്യത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലനം വരെ തകർത്തുകൊണ്ടിരിക്കുന്നു. കരാറുകളും വ്യവസ്ഥകളുമായി ഇന്ത്യ രാജ്യത്തെ കോളനിയാക്കുന്ന നവസാമ്രാജ്യത്വത്തെയാണ് നമ്മുടെ മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിലുപരി മതവൈരം വളർത്തിക്കൊണ്ട് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് കടന്നുവന്ന് ഈ രാജ്യത്ത് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാഷിസവും നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. സ്വതന്ത്രാനന്തര ഭാരതം കടുത്ത കനത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ധീരതയോടുകൂടി അതിനെ നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ അഭാവമാണ് എന്നെയും നിങ്ങളെയും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂട രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ പുതിയ പ്രവണതകളോട് നിസ്സംഗമായ സമീപനം സ്വീകരിക്കുകയോ നിക്ഷിപ്ത താൽപര്യത്തിന് വേണ്ടി രാജിയാവുകയോ ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വർഗീയതയോടും വർഗീയ ഫാഷിസത്തോടും മുതലാളിത്ത സാമ്രാജ്യത്വത്തോടും ശക്തമായ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് രംഗപ്രവേശം ചെയ്യുന്നത്. സോളിഡാരിറ്റി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, ഈ കാലഘട്ടത്തിലെ ജനവിഭാഗത്തിന്റെ സോളിഡാരിറ്റി നൽകിയ മുന്നറിയിപ്പുകൾ ഇന്ന് ഒരു ജനവിഭാഗം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കാണാൻ സാധിക്കും. മുതലാളിത്തം വലിച്ചെറിയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗപ്രവേശം ചെയ്ത സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനോട് എന്തിനാണ് മുതലാളിത്തം വലിച്ചെറിയുന്നത് എന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ടായിരുന്നു. ആ മുതലാളിത്തം ഊഹാധിഷ്ഠിത മൂലധനത്തിന്റെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട ആ മുതലാളിത്തം അതിന്റെ മൗലികമായ അടിത്തറകൾ തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് ഇന്ന് നാം നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം അസത്യമായി പുലർന്നിരുന്ന അല്ലെങ്കിൽ അസത്യമായി മുന്നോട്ട് പോയിരുന്ന സത്യവും കൂടി തകർന്നപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തുള്ള നമുക്ക് വരെ നമ്മുടെ കൺമുമ്പിൽ വരെ ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ മുതലാളിത്ത ദർശനവും നാം വലിച്ചെറിയാൻ ആവശ്യപ്പെട്ട മുതലാളിത്ത ദർശനവും കാലത്തിന്റെ ചവറ്റുകുട്ടയിൽ ഇടം തേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരുണത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സന്ധിയില്ലാത്ത രാജിയില്ലാത്ത ഒരു പുതിയ സമരത്തെക്കുറിച്ച് ആധുനിക സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ തുടക്കം മുതൽ ഇന്ന് വരെ ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ആവേശത്തോടുകൂടി പിന്തുണക്കുകയും ചെയ്ത ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഒരുപക്ഷെ 5 കൊല്ലം കൊണ്ട് കേരളക്കരയിൽ കേരളീയ സമൂഹത്തിന്റെ മനോനുകരങ്ങളിൽ ഉയർന്ന സ്ഥാനം കൈവരിക്കുവാൻ സോളിഡാരിറ്റിക്ക് സാധിച്ചത് സോളിഡാരിറ്റി സത്യസന്ധമായി കേരളീയ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മറിച്ചും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശല്യക്കാരാണ് എന്ന് ഈ രാജ്യത്ത് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ ഈ കേരളീയ സമൂഹത്തിൽ ശല്യക്കാരാണ്. നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളെ എതിർത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള നിരവധി ചോദ്യശരങ്ങൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്ത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പല സാംസ്കാരിക ബുദ്ധിജീവികൾ ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ശല്യക്കാരാകുവാൻ കഴിയുന്ന ഒരു വലിയ യുവനിരയെ ഞങ്ങൾ വളർത്തിയെടുത്തിരിക്കുന്നു എന്നത് അഭിമാനത്തോടുകൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ജീർണതകളോട് രാജിയാകുന്ന, ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വത്തോട് രാജിയാകുന്ന, ഈ കാലഘട്ടത്തിൽ മുതലാളിത്തത്തിന്റെ പേക്കോലങ്ങളായി മാറിയിരിക്കുന്ന ആധുനിക യുവസമൂഹത്തിനിടയിൽ സന്ധിയില്ലാതെ രാജിയില്ലാതെ സമരം പ്രഖ്യാപിക്കുവാനും ശല്യക്കാരായി മാറാനും കഴിയുന്ന ഒരു യുവനിരയെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്.